നല്ല വിസ്കി അടിക്കുന്നു. ആ പൂവിന് എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലേ. ഉറങ്ങടി. സംഭവം ഒരു മാജിക് തന്നെ അല്ലേ. നോക്കിയേ, ശംഖുഷ്പം അടിപൊളി. തമിഴിൽ കണ്ട മാതിരി ഇത് ശുദ്ധ തട്ടിപ്പൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം, അടിപൊളിയായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സജീവമായിട്ട് ഇത് എങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കി കഴിക്കാം എന്ന് നോക്കാം ഇതിനെക്കുറിച്ച് അല്ലേ സജീവേട്ടാ. ഉള്ളിൽ പോരും, സ്ക്രീനിലേക്ക് പോരും കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ചായ ഉണ്ടാക്കണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം. ഇതിപ്പോൾ തൽക്കാലം ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോക്ക് താഴെ ഇതിൻ്റെ ഗുണങ്ങൾ കഴിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാൻ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ കാപ്പി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുമ്പ് ഞങ്ങൾ കാപ്പി ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പോയിട്ട് ഞങ്ങളിത് പറിച്ചതിന് വിഷ്വലൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട് അല്ലേ. ഗുരുമന്ദിരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ബാക്കി പരിപാടി നോക്കാം. ഗൈസ്, നമ്മൾ ശംഖുപുഷ്പം പറിക്കാൻ വന്നേക്കാണ് ഞാനും സജീവേട്ടനും കൂടി. ഇപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിത് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. ഇത് തിരഞ്ഞു നടന്നിട്ട് കിട്ടാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ വന്നപ്പം കണ്ടത് ഗുരുമന്ദിരമാണ്. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു ചായ ഉണ്ടാക്കി കുടിക്കുന്ന ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതുപോലെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇതെങ്ങനെ സക്സസ് ആവുമോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ സജിയേട്ടാ. ഞങ്ങളുടെ തോട്ടത്തിലേക്ക്, ഈ റബ്ബർ തോട്ടം ഞങ്ങളുടെ തോട്ടത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പം ഇത് കണ്ടു. ഇന്നലെയാണ് സജീവേട്ടൻ കണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, നമുക്ക് പറിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പൂവൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ സജീവേട്ട. കണ്ടോ സജീവേട്ടൻ്റെ കയ്യിൽ ഒരു 10 മതി കേട്ടോ, 5 ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഇത് മറ്റേ പൂവല്ലേ? ഇതെന്നാ പൂവായിരുന്നു? എന്നാ ഒരു ഇതിൻ്റെ പൂവിൻ്റെ പേരെന്നായിരുന്നു? നമ്മുടെ അവിടെ അമ്പലത്തിന്, വീടിൻ്റെ അവിടെ അമ്പലത്തിന് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടിലുണ്ട് കേട്ടോ ഈ പൂവ്. ഇത് പിള്ളേർ അമ്പലത്തിൽ നിന്ന് കായ എടുത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സജീവേട്ടാ. അപ്പോൾ നോക്കിനി ഇത് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഇതിൻ്റെ കാപ്പി ഇടുന്നതൊക്കെ കാണിക്കാതെ. നമ്മുടെ മറ്റേ നീല ശംഖുപുഷ്പമല്ലേ, അത് തിരഞ്ഞു നടന്ന് കിട്ടാത്തത് കൊണ്ട് ഞാനും നമ്മുടെ സജീവേട്ടനും കൂടി ഈ പൂ ഇത് കണ്ട പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പൂവ് എടുത്തിട്ട് ഞങ്ങൾ ചായ കാപ്പി ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെ ഒരു സുന്ദരി പൂവ് വേണ്ട തൊട്ടാവാടി. എന്തായാലും തൊട്ടാവാടി ഒന്ന് ഉറക്കിയേക്കാം ജസ്റ്റ് അല്ലേ. ഉറങ്ങടി. ഉറങ്ങി. നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. നമ്മളെ പൂവ് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ സ്മോൾ അടിക്കുന്ന ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വെള്ളം തിളക്കട്ടെ. ഇപ്പം നമ്മൾ സജീവേട്ടൻ അതൊക്കെ അതിൻ്റെ നെറ്റിൽ ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് പൂ വീണു. രണ്ടാമത്തെ ഗ്ലാസ്സിലും പൂ വീണു. നമ്മുടെ വെള്ളം തിളച്ചു അല്ലേ. വെള്ളം തിളച്ചു. നോക്കൂ ഗായ്സ്, ഒരു മാജിക് നടന്നു കണ്ടോ. കളറൊക്കെ ഞങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ കളറൊക്കെ മാറി. ഒന്ന് ഇളക്കിയപ്പോൾ വേണ്ട, ഇത് സംഭവം ഒരു മാജിക് തന്നെ അല്ലേ. ഇതിന് ഫ്ലേവർ വേണ്ടവർക്ക് മധുരമോ വേണ്ടവർക്ക് തേനോ അങ്ങനെയൊക്കെ ചേർക്കാം. തേൻ പഞ്ചസാര ചേർത്ത് കഴിക്കാറില്ല അല്ലേ. വേണ്ടവർക്ക് അതും ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. നല്ല കിടുക്കാച്ചി കളറായിട്ടുണ്ട് അല്ലേ. ഇതിന് രുചി എന്തെങ്കിലും ഉണ്ടോ? നല്ല ചൂടുണ്ട്. രുചി എന്താണ് നോക്കി. നല്ല വിസ്കി അടിക്കുന്നു. ആ പൂവിന് എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടല്ലേ. എന്തിന്റെ രുചിയാണ് കിട്ടുന്നത്?
ഇതിപ്പം എന്തൊക്കെയോ രുചിയുണ്ട്, എന്താന്ന് പറയാൻ കഴിയുന്നില്ല കേട്ടോ. നല്ല അല്ലേ, എന്തൊക്കെയോ രുചി സെറ്റ്. അപ്പൊ ശംഖുപുഷ്പം കിട്ടുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തലച്ചോറ് റീഫ്രഷ് ചെയ്യുന്ന ആണല്ലേ? ആ, പിള്ളേർക്ക് കൊടുത്താൽ ഭയങ്കര പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിയായിരിക്കും എന്നൊക്കെ പറയണം. പഠിക്കാൻ ബുദ്ധിയുള്ള പിള്ളേർക്ക് ബുദ്ധിയുണ്ടാവും, അല്ലാണ്ട് ഇത് കഴിച്ചിട്ട് ഇനി പിള്ളേർ പ്രത്യേകിച്ച് ബുദ്ധി കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. പഠിക്കാൻ ഡോക്ടറോട് ചോദിച്ചാൽ മതി, ആയുർവേദ ഡോക്ടർ. ആ, ടോണിയോട് ചോദിച്ച ടോണി ഇതിന്റെ പറഞ്ഞുതരൂല്ലേ? നിങ്ങളെ ചോദിച്ചിട്ട് വേറെ വീഡിയോ ചെയ്യാം, നല്ല വീഡിയോ എല്ലാം ചെയ്യാം. നല്ല രുചിയുണ്ട് അല്ലേ? രുചിയുണ്ട്. കുറച്ച് മധുരമൊക്കെ തേനുകൂടി ചേർത്ത് പൊളിച്ച അലക്കി പൊളിച്ചേനെ. അപ്പൊ ഇത് ശംഖുപുഷ്പം കിട്ടുന്നവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടാത്തവര് വീഡിയോ കണ്ട് സന്തോഷപ്പെടേ അല്ലേ? നമ്മുടെ മുമ്പിൽ നാരങ്ങയും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. ഇല്ല, ബ്ലൗസ് കാണിച്ചാ അതിനെന്താ. ഇതാണ് ബബ്ലൂസ് നാരങ്ങ. ഇതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് നമ്മുടെ വൈശാഖി ഉണ്ടാക്കുന്ന സാധനം. ഉപ്പൊക്കെ ചേർത്ത് ഒരു ചെറിയ സാധനം ഉണ്ടാക്കാം. അത് ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം അടുത്ത വീഡിയോ അല്ലേ? നമ്മൾ തിന്നണതും കാണിക്കും. അപ്പൊ ഞങ്ങൾ ഇത് കുടിച്ചിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ, തോട്ടത്തിലേക്ക് പോകണം. അവിടെ പണിക്കാരുണ്ടല്ലേ, 2 പയ്യന്മാരവിടെ ഉണ്ട്. അപ്പോൾ തോട്ടത്തിലേക്ക് പോകണം. വീഡിയോ നല്ല നമ്മുടെ ചങ്കിന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. പുള്ളിയുടെ കലവറയിലേക്ക് ഒരു ദിവസം നമുക്ക് പോകണം, സെറ്റ് ആക്കണം. കുറെ എന്താ മറ്റേ സാധനം പറഞ്ഞ മത്തി കൊണ്ട് പച്ചക്കുരുമുളക്, ആ റേറ്റ് അല്ലേ? അത് ഒരു ഇപ്പൊ പറയുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ കുറെ ഐറ്റംസ് വീഡിയോ ഇനിയും വരും അല്ലേ? പിന്നെ നമ്മള് മുട്ടുവേദന, കാലുവേദന, പല്ലുവേദനയൊക്കെ ഉള്ള മരുന്ന് കിഴങ്ങ്. അതിന്റെ പേരെന്തായിരുന്നു? അടിപൊളി സാധാരണ മരത്തിൽ നിൽക്കുന്നുണ്ട്. മരത്തിൽ കയറി പറിക്കണം. മരം കയറിയാണ് ഡോക്ടറാണോ? കോഴിക്കോട് നോക്കാം. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് തരാം. കൂടെ കൂടിക്കോളും. ഓക്കെ, ബൈ. ഒരു ബൈ കൊടുത്ത് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വരാം.